നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായ് നഗരത്തിന് നേരെ നടന്ന പുതിയൊരു ആക്രമണ ശ്രമം പ്രതിരോധ സേന വിജയകരമായി പരാജയപ്പെടുത്തിയതായും സംഭവത്തിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നും ദുബായ് മീഡിയ ഓഫീസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. ദുബായ് വിമാനത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും തെറ്റാണെന്നും അത്തരം പ്രചരണങ്ങൾ വിശ്വസിക്കരുതെന്നും അധികൃതർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ നേരത്തെ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രവാസികളെ അടക്കം അതായത് മലയാളികളല്ലാത്ത മറ്റ് പ്രവാസികളായിട്ടുള്ള ചിലർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അവരെ ചികിത്സയിലിരിക്കുന്ന എല്ലാവരെയും തന്നെ UAE പ്രസിഡന്റ് നേരിട്ടെത്തി സന്ദർശിക്കുകയും അവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ അപകടമുണ്ടായി എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ ദുബായ് മീഡിയ ഓഫീസാണ് നിഷേധിച്ചത്. ഇന്ന് അതായത് ശനിയാഴ്ച രാവിലെയാണ് ഇത് സംബന്ധിച്ച് വിശദീകരണം പുറത്തുവന്നത്. ഗൾഫ് ആകാശത്ത് ഇറാൻ മിസൈൽ പെയ്ത ഭീതി ഒഴിയാതെ പ്രവാസലോകം പകലും രാത്രിയും പലപ്പോഴായി അപായ സൈറൺ തുടങ്ങിയ വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. ആകാശപാതകൾ തുറക്കുന്നു, കൂടുതൽ വിമാനങ്ങൾ, ഒമാൻ വിമാനത്താവളങ്ങൾ പൂർണ്ണതോതിലും UAE ഭാഗികമായും പ്രവർത്തനം ആരംഭിച്ചുവെന്ന ആശ്വാസകരമായ വാർത്തയും പുറത്തുവരുന്നു. UAE വ്യോമ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് ലക്ഷ്യം തകർത്തതിനെ തുടർന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ താഴെ വീണതാണ് ചെറിയൊരു സംഭവത്തിന് കാരണമായതെന്നും ഇതിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കിടെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കരുത് എന്ന് UAE കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യാജ വാർത്തകളും കിംവദന്തികളും പ്രചരിപ്പിക്കുന്ന കുറ്റകരമാണ് എന്ന് കഴിഞ്ഞ ദിവസം ദുബായ് പോലീസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ കൈമാറുന്നവർക്ക് തടവ് ശിക്ഷയും കുറഞ്ഞത് 2 ലക്ഷം ദിർഹം ഏകദേശം 45 ലക്ഷം രൂപ പിഴയും ലഭിച്ചേക്കാം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംയമനം പാലിക്കണമെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ അപകടമുണ്ടായി എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ ദുബായ് മീഡിയ ഓഫീസ് നിഷേധിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. ഗൾഫ് ആകാശത്താണ് ഇറാൻ മിസൈൽ പെയ്ത്ത് നടത്തിയത്. എന്നാൽ അത്തരം ഒരു വലിയ ആക്രമണം ഒന്നുമല്ല നടന്നത്. സാധാരണഗതിയിലുള്ള ആക്രമണത്തിൽ തിരിച്ച് അറ്റാക്ക് നടത്തി വിജയകരമായി തന്നെ അറ്റാക്ക് പൂർത്തീകരിച്ചു. അതിന്റെ ചില അവശിഷ്ടങ്ങൾ താഴെ വീണതാണ് ചിലർക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത് അടക്കമുള്ള വാർത്തയും പുറത്തു വരികയാണ്.